അരിക്കൊമ്പനെ പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം അല്പസമയത്തിനകം അവസാനിപ്പിക്കും. പുലർച്ചെ 4:30 മുതൽ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും അരിക്കൊമ്പനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ദൗത്യമല്ലെന്നും വെല്ലുവിളികൾ നേരിടും എന്നും ഡോക്ടർ അരുൺ സക്കറിയ പ്രതികരിച്ചു. വളരെ കാര്യമല്ല. നേരത്തെ ഇത്തരം മിഷനുകൾ ഒരുപാട് നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരു പ്രതിസന്ധി ഇപ്പൊ വരുന്നുണ്ടോ? ട്രാക്കിംഗ് ടീം ഇന്ന് മറ്റ് 17 ആനകളെ ലൊക്കേറ്റ് ചെയ്തു. അരിക്കൊമ്പൻ ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ല എന്ന ശ്രമം തുടരുമെന്നും ആയിരുന്നു വനം മന്ത്രി നേരത്തെ അറിയിച്ചത്. ആനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആണ് ഈ അരിക്കൊമ്പൻ ഇപ്പോൾ ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും ആനയെ മാറ്റി തനിച്ച് കിട്ടുമ്പോഴാണ് പിടിവെക്കാനാവുക. ഇപ്പോൾ അത് ആ ദൗത്യം അനിശ്ചിതമായി തുടരുകയാണ്. അപ്പോൾ അവരിപ്പോഴും ആ രംഗത്ത് നിന്ന് പിൻവാങ്ങാതെ ആ യുദ്ധഭൂമിയിൽ തന്നെയാണുള്ളത്. ദൗത്യം നാളെയും തുടരും. വിവരങ്ങളുമായി ജി ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, രാവിലെ 4:30 ആരംഭിച്ച ദൗത്യം ഏതാണ്ട് 12 മണിക്കൂർ ആകുന്നു ദൗത്യം ആരംഭിച്ചിട്ട്. ഇപ്പോഴും അരിക്കൊമ്പൻ കാണാമറിയത്താണ്. ഇനിയിപ്പോൾ ഇന്ന് കണ്ടെത്തിയാൽ തന്നെ മറ്റ് നടപടികളിലേക്ക്, മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കില്ലല്ലോ. സാധിക്കില്ല എന്ന് തന്നെ ഏതാണ്ട് തീർത്തു പറയാം അഭിലാഷ്. കാരണം ഏതാണ്ട് സമയം അത്രയും വൈകിയൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ പ്രധാനമായും അരിക്കൊമ്പൻ എവിടെ എന്നുള്ള അന്വേഷണത്തിലാണ് ഈ സംഘം മുഴുവനുള്ളത്. തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. നേരത്തെ ഉച്ചയോടുകൂടി ഇവിടെ 2 മണിയോടുകൂടി മടങ്ങിയെത്തിയ RRT സംഘം, തിരച്ചിൽ സംഘം, അവർ അല്പസമയം മുമ്പ് വീണ്ടും തിരച്ചിലിനായി പോയിട്ടുണ്ട്. 301 കോളനി ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട CCF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഈ തെരച്ചിലിന്റെ മറ്റും ഭാഗമാണ്. എന്തായാലും വിവിധ സംഘങ്ങൾ ഇപ്പോഴും തെരച്ചിൽ തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുന്നു. അതായത് ഇന്നിനി മയക്കുവെടി വെക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെ കരുതാം. എന്തായാലും ഈ ദൗത്യം, അതായത് മയക്കുവെടി വെക്കാനുള്ള ദൗത്യം ഇന്നിനി ഉണ്ടാകില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. അരിക്കൊമ്പനെ പിടികൂടാൻ സാധിക്കുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഈ ദൗത്യ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ തിരിച്ചു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത്, അരുൺ സക്കറിയുമായി സംസാരിക്കാൻ ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രമിച്ചുവെങ്കിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്താണ് ശ്രീജിത്ത് അരുൺ സക്കറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം? അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇവിടെ എത്തിയ ശേഷം മടങ്ങുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന സംഘാംഗങ്ങളിൽ ചിലരെ ഇവിടെ ഇറക്കിയ ശേഷം മടങ്ങുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നിനി ദൗത്യം ഉണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ ദൗത്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി നേരത്തെ പോയിരുന്ന വാഹനങ്ങളും ചിലതെങ്കിലും മടങ്ങി വരുന്നുണ്ട്. CCF ഉൾപ്പെടെയുള്ളവർ ആണ് ഇതിൽ ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടത്. ഇവിടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ CCF ആണ്. അദ്ദേഹം സ്വാഭാവികമായി എത്തിക്കഴിഞ്ഞാൽ ഔദ്യോഗികമായൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഇന്ന് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഈ സംഘം ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് സാധിച്ചില്ല എന്ന് തന്നെ വേണം കരുതാൻ. സാധിച്ചില്ല എന്നത് മാത്രമല്ല, ഈ അരിക്കൊമ്പൻ എവിടെയെന്ന് കണ്ടെത്താൻ പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി അവിടെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു നിരാശ സ്വാഭാവികമായും ദൗത്യ സംഘങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവർ ഈ ആദ്യമായല്ല ഇങ്ങനെ ഉള്ള ദൗത്യങ്ങളിലേക്ക് പോകുന്നത്. ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മയക്കുവെടി വെച്ച ശേഷം ദൗത്യം പരാജയപ്പെട്ട സംഭവം പോലും അരിക്കൊമ്പന്റെ കാര്യത്തിൽ പോലും 2017 ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്നിനി തിരച്ചിൽ സംഘം, ഈ ട്രാക്കിംഗ് സംഘം അരിക്കൊമ്പനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഉച്ചയ്ക്ക് നേരത്തെ ഇവിടെ എത്തിയ സംഘം തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്.
എന്തായാലും ഇനി CCFന്റെ പ്രതികരണം വൈകാതെ ഉണ്ടാകും. ഒരുപക്ഷെ ഇന്നത്തെ ഈ ദൌത്യം വെടിവെക്കാനുള്ള ദൌത്യം ഏതാണ്ട് തീർച്ചയായും അരുൺ സക്കറിയ മടങ്ങിയതോടുകൂടി ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ദൌത്യമായി മുന്നോട്ട് പോവുക എന്നത് സ്വാഭാവികമായും സാധ്യമല്ല. പ്രത്യേകിച്ച് സമയം 4 മണി പിന്നിട്ടിരിക്കുന്നു. ഇനി മയക്കുവെടി വെച്ചാൽ തന്നെ വൈകിട്ട് ഇരുട്ടിയ ശേഷമൊക്കെ ഈ കൊമ്പനെ മാറ്റുക എന്നത് അതീവ സങ്കീർണമാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ ദൗത്യമാണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ദൃശ്യങ്ങളിലടക്കം അരുൺ സക്കറിയെ പോലെയുള്ളവർ കാണുമ്പോൾ അവരെല്ലാം നല്ല ക്ഷീണിതരാണ്. കാരണം പുലർച്ചെ തുടങ്ങിയ ദൗത്യമാണ്. ഇപ്പോൾ തന്നെ അവർ പ്രതികരിക്കാൻ കൂടുതൽ തയ്യാറായില്ല. നേരത്തെ 1-2 വാക്കുകളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒതുങ്ങിയത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു ദൗത്യമല്ല, അത് തുടരുക തന്നെ ചെയ്യും എന്ന്. ഇന്ന് ഏത് പ്രകാരമായിരുന്നു ഈ ആനയെ വരുതിയിലാക്കാനുള്ള നീക്കം എന്നതുകൂടി? അഭിലാഷ, പുലർച്ചെ 4:30 ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫാത്തിമ മാതാ ഹൈസ്കൂളിലെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് സംഘാംഗങ്ങൾ പോകുന്നു. ആദ്യ സംഘം പോയതിന് പിന്നാലെ ഏതാണ്ട് 5:30 അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന്. പക്ഷേ ഏതാണ്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കണ്ട ഈ CCF RS അരുൺ പറഞ്ഞത് ആനയെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നലെ രാത്രി വരെയും ഏതാണ്ട് വൈകുന്നേരം വരെയും ആനയെ ട്രാക്ക് ചെയ്തിരുന്നു. രാത്രി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് സംഘങ്ങളിൽ ചിലരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് രാത്രിയുള്ള ട്രാക്കിംഗ് ദുഷ്കരമായിരുന്നു. രാത്രി ആന എങ്ങോട്ടോ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. വൈകുന്നേരം മുത്തമ്മ കോളനിയിലൊക്കെ ഈ ആന ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് മാറി എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ അതിപുലർച്ചെ തന്നെ 4 മണിയോടുകൂടി തന്നെ ടീമുകൾ പോവുകയും ഈ സിമന്റ് പാലം മേഖലയിൽ നിന്ന് തന്നെ ആന ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. സിമന്റ് പാലം മേഖലയിൽ ആനക്കൂട്ടത്തെ കണ്ടു. അന്നേരം സൂര്യൻ ഉദിച്ചിരുന്നില്ല, പ്രകാശം ഉണ്ടായിരുന്നില്ല. ഈ ആനക്കൂട്ടത്തിനൊപ്പം അരിക്കൊമ്പൻ ഉണ്ടാകുമെന്നതായിരുന്നു പ്രതീക്ഷ. അതിനെ തുടർന്ന് ഈ അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ വെടിവെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമായി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആനക്കൂട്ടത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആനയുമായിട്ടുള്ള കൂടും ഇവിടെ നിന്ന് മടങ്ങുകയാണ്, കൂടുമായിട്ടുള്ള വാഹനം മടങ്ങുകയാണ്. അതായത് ഇന്ന് ദൗത്യമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ സ്ഥിരീകരിക്കാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. രാവിലെ തന്നെ ഈ ആനക്കൂടുമായി ഈ ആനയെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനുള്ള വാഹനം ഇവിടെ എത്തിയിരുന്നു. അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഇതുവരെയും. ഇവിടെ നിന്നും എവിടേക്കും അത് പോയിട്ടില്ല. കാരണം വെടിവെച്ച ശേഷം മാത്രമേ, ആന മയങ്ങിയ ശേഷം മാത്രമേ ഈ ആനക്കൂടുമായി അങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ അതില്ല. എന്തായാലും കൂടുമായുള്ള വാഹനവും മടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ആനക്കൂട്ടത്തെ രാവിലെ കണ്ടെത്തുന്നു. അവിടെ പടക്കം പൊട്ടിച്ച് ഇതിൽ അവരെ ഒന്ന് മാറ്റാൻ, വെവ്വേറെ ആക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ ആണ് മനസ്സിലാക്കിയത്, പിന്നീട് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് ആന ഈ ചക്കക്കൊമ്പനാണ് കൂട്ടത്തിലുണ്ടായിരുന്നത്. അരിക്കൊമ്പൻ എന്ന് കരുതിയ ആനയല്ല അതിലുണ്ടായിരുന്നത്, പകരം ചക്കക്കൊമ്പനായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ദൌത്യസംഘം മറ്റു മേഖലകളിലേക്ക് തിരച്ചിൽ നടത്തി. ആ തിരച്ചിലാണ് ഇപ്പോഴും തുടരുന്നത്. പ്രതീക്ഷയുള്ള ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. പല ഭാഗങ്ങളിലും അരിക്കൊമ്പൻ എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചന അനുസരിച്ച് ചിന്നക്കനാലുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളിലും പരിശോധന നടത്തിയെങ്കിലും അവിടെ നിന്നൊന്നും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് ആന മയങ്ങുകയായിരിക്കും ഏതെങ്കിലും കാട്ടിൽ, ഉൾക്കാട്ടിലുള്ള പ്രദേശങ്ങളിൽ കാണാത്ത പോലെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ മയങ്ങുകയായിരിക്കും എന്ന് കരുതി അത്തരം പല പ്രദേശങ്ങളിലും പരിശോധന നടത്തി. പക്ഷെ അവിടെ നിന്നൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആദ്യ ദിവസത്തെ ദൌത്യം അത് വിജയം കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി പ്രധാനപ്പെട്ട ദൌത്യം എന്ന് പറയുന്നത് ആനയെ വെടിവെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ആന എവിടെയെന്ന് കണ്ടെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ദൌത്യത്തിലേക്ക് ഈ തിരച്ചിൽ സംഘം. എന്തായാലും അരിക്കൊമ്പൻ മിഷൻ ആദ്യ ദിനം പരാജയപ്പെടുകയാണ്. അരിക്കൊമ്പൻ എവിടെ എന്ന് പോലും സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. അരിക്കൊമ്പന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയുമാണ്. അരിക്കൊമ്പനെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വെളിപ്പെടുത്താതെ വനമന്ത്രി AK ശശീന്ദ്രൻ ആനയെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പിടിച്ച ശേഷം തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പിടിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, തീരുമാനം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാകും. പക്ഷേ കോടതിയുടെ ഒരു നിർദ്ദേശം അപ്പോൾ മാത്രമേ വെളിപ്പെടുത്താൻ പാടുള്ളൂ എന്നാണ്. അതിനാണല്ലോ സീൽഡ് കവറിൽ കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ സീൽഡ് കവറിൻ്റെ പ്രസക്തി രഹസ്യ സ്വഭാവമല്ല, നേരത്തെ തീരുമാനിക്കുകയും ആ നിർദ്ദേശങ്ങൾ സീൽഡ് കവറിൽ
കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇനി അത് ആ വിവരം നമ്മൾ കോടതിയെ അറിയിക്കണമല്ലോ. കോടതി പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് രഹസ്യ സ്വഭാവം വേണമെന്നാണ്. അങ്ങനെ തൽക്കാലമൊന്നുമില്ല. മാറ്റുക എന്നുള്ളത് തന്നെയാണ്. കുറേ സ്ഥലങ്ങൾ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ നിർദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെയൊരു തീരുമാനം വിദഗ്ധ കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ഇടവേള. തിരുവനന്തപുരത്ത് 14 വയസ്സുകാരി ലഹരി ഉപയോഗിച്ച് മരണപ്പെട്ട സംഭവത്തെ ദുരൂഹതയേറുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്നാണ് പെൺകുട്ടിയെക്കുറിച്ച് സ്കൂൾ അധികൃതരും സുഹൃത്തുക്കളും പറയുന്നത്. ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായിരുന്ന വിദ്യാർത്ഥിനി, അധ്യാപകർക്ക് പ്രിയങ്കരി, ക്ലാസ് ലീഡർ. അവളെക്കുറിച്ച് അധ്യാപകർക്ക് പറയാനേറെയുണ്ട്. ലഹരി ഉപയോഗിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കാനാകാതെ വിറങ്ങലിച്ച് അധ്യാപകർ. 9:15 പോലീസ് വാനിൽ സ്കൂളിലെത്തും. 3:30 അതേ ബസ്സിൽ മടങ്ങിപ്പോകും. സ്കൂളിന് പുറത്തു പോകാനോ ലഹരി ഉപയോഗിക്കാനോ ഒരു സാധ്യതയുമില്ല. ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഒരിക്കൽ പോലും അവൾ പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് ക്ലാസ് ടീച്ചർ പറയുന്നു. സ്കൂളിലെ വിനോദയാത്രയിലും സജീവമായി പങ്കെടുത്തു. എപ്പോഴും കൂട്ടുകാർക്കൊപ്പം സന്തോഷവതിയായി കാണാറുള്ള കുട്ടി. കൂട്ടുകാർക്കും കുട്ടിയെക്കുറിച്ച് മോശം അഭിപ്രായമില്ല. മുടങ്ങാതെ ക്ലാസ്സിൽ ഹാജരാകും. വർഷാന്ത്യ പരീക്ഷയിലും നല്ല മാർക്ക്. പിന്നെ എങ്ങനെ അവൾ ലഹരിക്കടിമയായിരുന്നുവെന്ന് വിശ്വസിക്കുമെന്ന് അധ്യാപകർ ചോദിക്കുന്നു. ഇത് തന്നെയാണ് മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം ആശങ്കയും. ന്യൂസ് 18 തിരുവനന്തപുരം. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ നാളെ ഗുജറാത്ത് ഹൈക്കോടതി പരിഗണിക്കും. ജസ്റ്റിസ് ഹേമന്ത് പ്രചകിന്റെ പുതിയ ബെഞ്ചാകും ഹർജി പരിഗണിക്കുക. കേസ് പരിഗണിക്കേണ്ട ജഡ്ജി ജസ്റ്റിസ് ഗീതാ ഗോപി കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. കാരണം വ്യക്തമാക്കാതെയാണ് ജസ്റ്റിസ് പിന്മാറിയത്. തന്നെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന അപേക്ഷ നേരത്തെ സൂറത്ത് സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇതോടെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. മാമുക്കോയ്ക്ക് ചലച്ചിത്ര ലോകം വേണ്ടത്ര ആദരവ് കൊടുക്കുന്നില്ല എന്ന് ടി പത്മനാഭൻ. മരിക്കണമെങ്കിൽ എറണാകുളത്ത് പോയി മരിക്കണം എന്നത് ശരിയാണ്. മുമ്പ് സംവിധായകൻ രഞ്ജിത്തും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സംവിധായകൻ VM വിനുവിന്റെ വാക്കുകളോട് യോജിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വളരെ ശരിയാണ്. വിനു പറഞ്ഞു മരിക്കണമെങ്കിൽ എറണാകുളത്ത് പോയി മരിക്കണമെന്ന്. പണ്ട് വേറൊരു സന്ദർഭത്തിൽ പ്രശസ്ത നടനും സംവിധായകനുമായ രഞ്ജിത്തും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, മരിക്കണമെങ്കിൽ എറണാകുളത്ത് പോയി മരിക്കണമെന്ന്. ഇതൊക്കെ സത്യമാണ്. പിന്നെ വേറൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയാം. കോഴിക്കോട്ട് തന്നെ ഉള്ള ആളാണ് അയാൾ. വന്നിട്ടില്ല എന്നത് പോകട്ടെ, എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞതായിട്ട് പോലും ഒരാളും അറിയില്ല. അതിനെക്കുറിച്ച് കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. മാമുക്കോയുടെ സംസ്കാര ചടങ്ങിൽ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കാതിരുന്നതിൽ പരാതിയില്ലെന്ന് മകൻ മുഹമ്മദ് നിസാർ. വിവാദങ്ങൾ അവസാനിപ്പിക്കണം. മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ സാഹചര്യങ്ങൾ അറിയിച്ചിരുന്നു. പലർക്കും പല തിരക്കുകളും ഉണ്ടാകും. പിതാവിനു വേണ്ടി ഇനി പ്രാർത്ഥനകൾ മാത്രം മതിയെന്നും മുഹമ്മദ് നിസാർ കോഴിക്കോട് പറഞ്ഞു. ഞാൻ ഇന്നലെ ഈ ശ്മശാനത്തിൽ നിന്ന് 11 മണിക്ക് തന്നെ പറഞ്ഞിരിക്കണ്. അന്നേരം ചോദ്യം ഈ വിവാദമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആരും വന്നില്ലല്ലോ എന്ന് വളരെ സിമ്പിളായിട്ട് അവർ ചോദിച്ചൊരു ചാനലിൽ. അപ്പോൾ തന്നെ ഞാൻ ഈ മറുപടി പറഞ്ഞ. പിന്നെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള വിവാദമാണ്. കുടുംബത്തിന് അതിൽ യാതൊരു പങ്കുമില്ല. കുടുംബത്തിന് ഇതുമായിട്ട് ഇതിന്റെ അനിയനാണ് റഷീദ്. കുടുംബത്തിന് യാതൊരു പങ്കുമില്ല. കുടുംബത്തിന് ഇതൊരു വിഷമമില്ല ആരും വരാത്തതിൽ. പിന്നെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആളുകൾ, കുറച്ചാളുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുമുണ്ട്. വിളിച്ച ആളുകൾ മമ്മൂട്ടിയാലും മോഹൻലാലൊക്കെ ഒരു ജപ്പാനിലും മറ്റേ മക്കത്തൊക്കെ ഉമ്രക്ക് പോയതൊക്കെ ആയിട്ട്, മമ്മൂട്ടി ഉമ്രയിലാണ്, മോഹൻലാൽ ജപ്പാനിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നേരിട്ട് തന്നെ വിളിച്ച് സംസാരിച്ചു. ഇതൊക്കെ അനുസരിച്ച് അറിയിച്ച. അപ്പോൾ അതുകൊണ്ട് ആരും വരാത്തതിലൊന്നും പരാതിയില്ല, കുടുംബത്തിനില്ല. പിന്നെ പുറത്ത് നടക്കുന്ന വിവാദങ്ങൾ ഇപ്പം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അറിവോട് കൂടിയല്ല. അങ്ങനെ പറയണൊക്കെ ഓരോരുത്തരെ ആരും ചോദിച്ചിട്ട് ഇങ്ങനെ ചെയ്തത് ശരിയാണോ ശരിയല്ലെന്ന് അഭിപ്രായം ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അവർക്കത് പറയാം. അവർ പറഞ്ഞോട്ടെ. നമുക്ക് അങ്ങനെ ഒരു വിഷമമില്ല. പിന്നെ മരിച്ച ആളുകൾ, നമ്മൾ വിശ്വാസപരം മരിച്ച ആളെ പറ്റി നല്ലതും ചീത്തയും പറയാൻ പാടില്ല എന്നാ സദസ്സിലിരുന്നിട്ട്. അപ്പം ഇതിങ്ങനെ ചീത്ത പറഞ്ഞ് മാപ്പനെ വല്ലോ അയാൾ മരിച്ചു എന്നുള്ള രീതി വരാതാക്കാൻ എല്ലാവരോടും പറയാം. എല്ലാവരും പ്രാർത്ഥിക്കുക. പറ്റുന്ന ആളുകളൊക്കെ നല്ല ഓർമ്മകൾ പങ്കിടുക. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും മനുഷ്യനല്ലേ, സാമ്പത്തികമായിട്ടോ നാവുകൊണ്ടോ ആരോടെങ്കിലും ഇപ്പം എന്തെങ്കിലും പറയണമെങ്കിൽ അത്
മക്കളായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ വേണ്ടി പറയാണ്, അപേക്ഷിക്കാൻ. അത് പൊരുത്തപ്പെട്ടു കൊടുക്കുക, കഴിയുന്നിടത്തിൽ പ്രാർത്ഥിക്കുക, അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കുക. കേരള സ്റ്റോറീസ് സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. കേരളത്തിൽ നിന്നുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘപരിവാറിന് വേണ്ടി തയ്യാറാക്കിയ സിനിമയാണത്. കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുള്ളവർ ഒന്നടങ്കം സിനിമ ബഹിഷ്കരിക്കണമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. ഇത് കേരളത്തെ അങ്ങേയറ്റം അവമാനിക്കുന്നതിന്, കേരളത്തിൽ ഇന്നുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘപരിവാറിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സിനിമയായിട്ടാണ് കാണുന്നത്. കലാപകലുഷിതമായ അന്തരീക്ഷത്തിലൂടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തയ്യാറെടുപ്പ് നടത്തി വിജയിച്ച ശൈലി കേരളത്തിലും നടപ്പാക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിൻ്റെ ആസൂത്രിത നീക്കമാണ് ഈ സിനിമ എന്നതാണ് വസ്തുത. ഇത് ഒരു കാരണവശാലും കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഈ നീക്കം ഉപേക്ഷിക്കണം. ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇത് കേരളത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, കേരളത്തെ ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ പടർത്തി ഭാവി രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രിത നീക്കമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ വികാരം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരണം എന്ന കാര്യമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സിനിമയെ കേരളത്തിലെ ജനങ്ങളാകെ ബഹിഷ്കരിക്കണം. ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷമായ അവസ്ഥ വെച്ചുകൊണ്ട്, ആ മനസ്സ് വെച്ചുകൊണ്ട് കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുള്ള മുഴുവൻ ആളുകൾ ഈ സിനിമ ബഹിഷ്കരിക്കണം. അത് ഏതെങ്കിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ട് കാണിക്കാനുള്ള ചിലപ്പോൾ തയ്യാറെടുപ്പ് നടന്നാൽ പോലും, ഏതെങ്കിലും തിയേറ്റർ ഉടമ അത് അംഗീകരിച്ച് പ്രദർശിപ്പിച്ചാൽ പോലും ജനങ്ങൾ ഈ സിനിമ ബഹിഷ്കരിക്കണം. കാരണം ഇത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സിനിമ, ആസൂത്രിതമായി സംഘപരിവാർ തയ്യാറാക്കിയ ഒരു സിനിമയാണ്. ദേവികുളം MLA എ രാജയെ അയോഗ്യനാക്കിയ വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. നിയമസഭാ നടപടികളിൽ പങ്കെടുക്കുന്നതിന് രാജിക്ക് തടസ്സമില്ല. എന്നാൽ വോട്ട് ചെയ്യാനും അലവൻസും പ്രതിഫലവും വാങ്ങുന്നതിനും അവകാശമുണ്ടാകില്ല. കേസ് ഇനി പരിഗണിക്കുന്ന ജൂലൈ വരെയാണ് വിധിക്ക് താൽക്കാലിക സ്റ്റേ. കുട്ടികൾക്ക് ഹെൽമറ്റ് സൂക്ഷിക്കാൻ സ്കൂളുകളിൽ സൗകര്യം ഒരുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികളുടെ സുരക്ഷയാണ് സർക്കാരിന്റെ പ്രധാനം. കേന്ദ്ര നിയമം ആയതിനാൽ ഇളവ് ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. മെയ് 10 ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിൽ എല്ലാ കാര്യവും ചർച്ച ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. മാതാപിതാക്കൾ നിയമം പാലിക്കാൻ അവർക്ക് ബാധകമാണ്. അവർ കുട്ടികളെ ഒളിപ്പിച്ചൊന്നും കൊണ്ട് പോകേണ്ട കാര്യമില്ല. കുട്ടികൾക്കും ഹെൽമറ്റ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. ഇനി അഥവാ ഹെൽമറ്റ് കൊണ്ട് സ്കൂളിൽ വന്നാൽ ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് സ്കൂളിൽ വെക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഒരു ക്ലാസ് റൂം ഒഴിപ്പിച്ചാൽ മതിയല്ലോ. ഒരു ക്ലാസ് റൂം ഒഴിപ്പിച്ച് കുട്ടികളുടെ പേര് എഴുതി ഹെൽമെറ്റ് അവിടെ വെച്ചാൽ മതിയല്ലോ. ആ പ്രശ്നം അവിടെ പരിഹാരം കാണുമല്ലോ. കേരളത്തിലെ 32,000 സ്ത്രീകളെ മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റ് അംഗങ്ങളാക്കിയെന്ന പച്ചക്കള്ളം പറയുന്ന ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല. ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംശയനിഴലിൽ ആക്കി സമൂഹത്തിൽ വിഭാഗീയതയും ഭിന്നിപ്പും സൃഷ്ടിക്കുകയെന്ന സംഘപരിവാർ അജണ്ട നടപ്പാക്കലിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മതസ്പർദ്ധയും ശത്രുതയും വളർത്താനുള്ള ബോധപൂർവമായ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി എതിർക്കും. വർഗീയതയുടെ വിഷം ചീറ്റി കേരളത്തെ ഭിന്നിപ്പിക്കാമെന്ന് കരുതേണ്ടെന്നും സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. പെരുമ്പാവൂരിൽ തീച്ചൂളയിൽ വീണ അതിഥി തൊഴിലാളിയുടെ മൃതശരീരം കണ്ടെത്തി. ഇന്ന് രാവിലെ തുടങ്ങിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാവിലെയാണ് ദാരുണമായ സംഭവം നടന്നത്. പെരുമ്പാവൂർ ഓടക്കാലി യൂണിവേഴ്സൽ പ്ലൈവുഡ് കമ്പനിയിലെ മാലിന്യം വലിയ കുഴിയിൽ നിക്ഷേപിച്ച ശേഷം തീ കത്തിക്കുന്നതിനിടയിലാണ് സംഭവം. മാലിന്യം കത്തിച്ച ശേഷം വാട്ടർ പമ്പ് ഉപയോഗിച്ച് നനയ്ക്കുന്നതിനിടെ കൽക്കത്ത സ്വദേശിയായ നസീർ 15 അടി താഴ്ചയുള്ള തീച്ചൂളയിലേക്ക് വീഴുകയായിരുന്നു. വിവരം അറിഞ്ഞ അഗ്നിശമന സേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും നസീറിനെ കണ്ടെത്താനായില്ല. തുടർന്ന് ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മാലിന്യക്കുഴിയുടെ നീളവും വ്യാപ്തിയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് സമാന്തരമായി കുഴിയുണ്ടാക്കിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ന്യൂസ് 18 കൊച്ചി. നടിയും മോഡലുമായ ജിയ ഖാൻ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന സൂരജ് പാഞ്ചോളി കുറ്റവിമുക്തൻ. മുംബൈ സ്പെഷ്യൽ CBI കോടതിയുടേതാണ് വിധി. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് കോടതി സൂരജ് പാഞ്ചോളിയെ വെറുതെ വിട്ടത്. ബോളിവുഡ്
ദമ്പതികളായ സെറീന വഹാബിന്റെയും ആദിത്യ പാഞ്ചലിയുടെയും മകനാണ് സൂരജ് പാഞ്ചോളി. 2013 ജൂൺ 4-നാണ് മുംബൈ ജൂഹുവിലെ വീട്ടിൽ ജിയ ഖാനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൂരജിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രം പൊന്നിയിൻ സെൽവത്തിന്റെ 2ാം ഭാഗത്തിനും തിയേറ്ററിൽ മികച്ച പ്രതികരണം. സാങ്കേതികവിദ്യയും താരങ്ങളുടെ മികച്ച പ്രകടനവും AR റഹ്മാന്റെ മാസ്മരിക സംഗീതവുമെല്ലാം സമ്മേളിക്കുന്ന ചിത്രം മികച്ച തിയേറ്റർ അനുഭവം നൽകുന്നതാണെന്ന് പ്രേക്ഷകർ പറയുന്നു. PS2 നല്ല റെസ്പോൺസാണ്. മൊത്തത്തിൽ PS1 പോലെ തന്നെ അതിലും ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്കത് മലയാളത്തിലേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. കാരണം മണിസാറിനെ പോലെ ഒരു വലിയൊരു ഡയറക്ടറിൻ്റെ പടം അതിൻ്റെ മലയാളം വേർഷൻ ഞാനും അരുണും ചേർന്നിട്ടാണ് അതിൻ്റെ ഡബ്ബിങ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ കാർത്തിക് ഡബ് ചെയ്ത് ഞാനാണ്, അരുണാണ് വിക്രം സാറിനാണ് ഡബ് ചെയ്തിട്ടുള്ളത്. ഒരു വിഷ്വൽ മാജിക് കാണാൻ വേണ്ടി നിങ്ങൾക്ക് കാണാം. ഒരു എഴുതപ്പെട്ട കഥ. ഇപ്പം നമ്മളിവിടെ ചെമ്മീൻ ചെയ്തു, രാമുകാരിയായിട്ട് സാറ് ചെയ്തപ്പോൾ അത് വേറൊരു തരത്തിൽ വന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് ഇങ്ങോട്ട് നേരെ ദീപൻ ശിവരാമൻ ഖസാക്കിൻ്റെ ഇതിഹാസം നാടകമായിട്ട് ചെയ്തപ്പോൾ അതിനെ വേറൊരു ഖസാക്കും അപ്പുറത്ത് എഴുതിയത് വേറൊരു എഴുതപ്പെട്ടത് വേറൊരു ഖസാക്കുമാണെന്ന് പറയുന്ന പോലെ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്നത് കൽക്കി കൃഷ്ണമൂർത്തി സാർ എഴുതിയത് അവിടുത്തെ തമിഴ്നാട്ടിലും ഇവിടെ നമ്മളും അത്യാവശ്യം ആളുകളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പടത്തിന് ശേഷം കുറേ ആളുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എഴുത്തിൽ നിന്ന് കിട്ടുന്നതിനപ്പുറത്ത് ഇതെങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്. ആ ഒരു വ്യത്യാസം കാണാനായിട്ട് നമുക്ക് സാധാരണ ഓഡിയൻസിന് പോകാം. പൊന്നിയിൻ സെൽവൻ 1ന്റെ ഹൈപ്പിൽ തന്നെയാണ് ഞാനിത് കാണാൻ കയറിയത്. സോ ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല സിനിമയായിരിക്കുന്നു. ബട്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല സിനിമയാണ്. ഫസ്റ്റിനേക്കാളും കുറച്ച് മേളിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് മൂവി. 4 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. Steam Channels